രാഷ്ട്രപ്രഖ്യാപനം ശാശ്വതമായ പരിഹാരമല്ലെന്ന് ഇറാൻ. ഇതോടുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ചർച്ചാ സംവിധാനം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കൃത്യമായിരിക്കുന്ന ഒരു അജണ്ടയോ നിലപാടോ ഇല്ലാതെ ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രപ്രഖ്യാപനം ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ അത് പരാജയമായിരിക്കും എന്നാണ് ഇറാൻ്റെ മാധ്യമങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. അതിനവർ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വെസ്റ്റ് ബാങ്ക് മേഖലകളിൽ വലിയ രീതിയിലുള്ള കുടിയേറ്റം, ഇസ്രായേലിൻ്റെ കുടിയേറ്റം വർദ്ധിച്ചിരിക്കുകയാണ്. വർദ്ധിച്ച കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് അതിർത്തി? 1967 കാലഘട്ടത്തിൽ UN സഭ നടപ്പിലാക്കിയിരിക്കുന്ന അതിർത്തി ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് എങ്ങനെയൊക്കെയാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനമാക്കുന്നത്? ഫലസ്തീൻ്റെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യമായിരിക്കുന്ന വിവരണങ്ങളോ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ ഇത്തരമൊരു രാഷ്ട്രപ്രഖ്യാപനം കൊണ്ട് എന്ത് ഗുണം എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. പ്രസക്തമായിരിക്കുന്ന ചോദ്യം തന്നെയാണ് അവർ ചോദിച്ചത്. രാഷ്ട്രപ്രഖ്യാപനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് നടപ്പിലാക്കാനാണ് സാധിക്കുക? കാര്യം, ഒരു രാജ്യമായി കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്തിന് സൈനികമായിരിക്കുന്ന സായുധപരമായിരിക്കുന്ന സഹായം മറ്റ് രാജ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലാണ് ഇസ്രായേൽ അത് അംഗീകരിക്കുക? അപ്പോൾ പിന്നെ ഈ ചെയ്തു കൊടുക്കുന്ന വിഭാഗവുമായിട്ട് ഏറ്റുമുട്ടും എന്നാണോ ഇസ്രായേൽ പറയുന്നത്? ഇസ്രായേലിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിലപാടും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന സമയത്തുള്ള ഈ അവരുടെ കൃത്യമായിരിക്കുന്ന അജണ്ടകളും പുറത്തു പറയണം എന്നാണ് പറഞ്ഞത്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടുകൂടി വളരെ കൃത്യമായിരിക്കുന്ന പ്ലാൻ വരച്ചുകൊണ്ടാണ് ബ്രിട്ടൻ അതിന് അംഗീകാരം നൽകുന്നത്. അതിന് 55% ഇസ്രായേലിനും 45% ഫലസ്തീൻ കൈവശപ്പെടുത്തിയ ഭൂപ്രദേശം ഫലസ്തീനികൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് കൃത്യമായിരിക്കുന്ന ഒരു രേഖ അവിടെ വരച്ചിട്ടുണ്ട്. ആ രേഖ പിന്നീട് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല എന്നൊരു മറ്റൊരു വിഷയം. പക്ഷേ അന്നൊരു രേഖ ഉണ്ടായിരുന്ന അടിസ്ഥാനമായിട്ടെങ്കിലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസവും ജൂത സെറ്റിൽമെൻറ്റുകളിൽ വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല, ഫലസ്തീനികളുടെ വീടുകൾ തകർത്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ സർവാധിപത്യം ഇസ്രായേൽ നേടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നത്. ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 80% ബിൽഡിങ്ങുകളും വീടുകളും ആശുപത്രികളും കളിസ്ഥലങ്ങളും പള്ളി മദ്രസ പോലെയുള്ള മതസ്ഥാപനങ്ങളും എല്ലാം തകർക്കപ്പെട്ടു. ഇവിടെ ഒരു സർക്കാർ സംവിധാനം വരിക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗസയിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിൻ്റെ കൈവശത്തിലേക്ക് ഭരണം എത്തിക്കില്ല എന്ന് പറയുന്നു. വെസ്റ്റ് ബാങ്കിലെ ഈ ഫലസ്തീൻ അതോറിറ്റിയുടെ കൈവശത്തിലേക്കാണ് എത്തിക്കുന്നതെങ്കിൽ അത് ഗസയിൽ അവർ ഏത് തരത്തിലാണ് ഭരണ സംവിധാനം നടപ്പിലാക്കുക എന്ന് പറയേണ്ടി വരും. UN സഭയിലേക്ക് വിസ പോലും ഫലസ്തീൻ അതോറിറ്റി ചെയർമാൻ മുഹമ്മദ് അബ്ബാസിന് വിസ നിഷേധിച്ചതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴിയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അവിടെ ഒരു അടിമത്ത വംശ രീതികളൊക്കെ നിലനിൽക്കുകയാണ്. ഇത് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യതയോടുകൂടി പറയാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതൊരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക എന്നതിനപ്പുറം പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് മീഡിയകൾ പറയുന്നു. 145 രാജ്യങ്ങളിലധികം ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. രാഷ്ട്ര അംഗീകാരം മാത്രം പോരാ, സൈനികമായിരിക്കുന്ന ഇടപെടൽ വേണം എന്നാണ് ഇറാൻ്റെ അഭിപ്രായം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോകം മുഴുവനും, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകം മുഴുവനും അംഗീകരിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രം അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ രാഷ്ട്ര പദവിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അംഗീകാരവും സ്വീകാര്യതയും കിട്ടില്ല. കാരണം എപ്പോഴും ഇസ്രായേലിന് പിന്തുണ പറഞ്ഞുകൊണ്ട് നിഴലായിട്ടും പ്രവർത്തിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തേക്ക് ഇപ്പോൾ പുറത്തു നിന്ന് ഏതെങ്കിലും രാജ്യം വരികയാണെങ്കിൽ അവർ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കുന്ന സമയത്ത് അതിനപ്പുറം പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇസ്രായേൽ സൈനികപരമായി ക്ഷയിക്കണം. അതല്ലാത്തിടത്തോളം അതിന് സാധ്യമല്ല. ഇപ്പോഴത്തെ ഈജിപ്തിൻ്റെ നിലപാടിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്ന തരത്തിലാണ് ഇറാൻ്റെ മാധ്യമങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ തുർക്കി കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല,
ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് കണ്ടെത്തി അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നിടത്തേക്ക് യൂറോപ്യന്മാർ മാറണം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചു എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ് എന്നവർ പറഞ്ഞതോടുകൂടി തന്നെ കൃത്യമായ അജണ്ട ഇല്ലെങ്കിൽ ഇത് ലക്ഷ്യം കാണുകയില്ല എന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു. ഇപ്പോഴത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം, ഈജിപ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായ വിഷയങ്ങളിൽ ഒന്ന് അവരുടെ ഗസ ഭാഗത്തുള്ള പാലസ്തീനികൾ അഭയാർത്ഥികളായി തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അത് സങ്കീർണമായി അവസാനിക്കും എന്നൊരു ഭയപ്പാട് അവർക്കുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സിനാ മരുഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇസ്രായേൽ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവർ പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അത്രയും ആളുകൾ 23 ലക്ഷത്തോളം ആളുകളെ സിനാ മേഖലയിലേക്ക് മാറ്റുക, അതിനുവേണ്ടി സാമ്പത്തിക സഹായങ്ങൾ എത്ര വേണോ ആ സാമ്പത്തിക സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കും. പിന്നെ ഈ UN സഭയിലുണ്ടായിരുന്ന കടബാധ്യത എഴുത്തള്ളാനുള്ള സഹായങ്ങൾ ചെയ്യും, പകരം ഭൂമി അനുവദിച്ചു കൊടുക്കും. ഇങ്ങനത്തെ കുറേ കണ്ടീഷൻ കാര്യങ്ങൾ പറയുന്നു. അതിന് ഈജിപ്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീനികളുടേതാണ് ഫലസ്തീൻ, നിങ്ങളാണ് കുടിയേറിയത്, നിങ്ങളാണ് ഇറങ്ങിപ്പോണ്ടത്, അല്ലാതെ അവരല്ല എന്ന രീതിയിലാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനും പ്രധാനമായിരിക്കുന്ന കാര്യം ഇതൊരു വൈകാരിക വിഷയമാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഗസ വിഷയം. അതൊരു നിസ്സാരമായ രീതിയിൽ ഗവൺമെൻറ് തലത്തിൽ അവർ സ്വന്തമായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത് അംഗീകരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും നിലപാടിലേക്ക് എത്തുകയോ ചെയ്യുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈജിപ്ത് എപ്പോഴും ഈ ജനകീയമായിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളാൽ ഭരണം അട്ടിമറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാനെ പോലെ. പാകിസ്ഥാൻ അത്ര ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈജിപ്തിലും അത് സാധ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജനവികാരം ഒന്നടങ്കം ഫലസ്തീൻ അനുകൂലമായ രീതിയിലും എന്നാൽ ഗവൺമെൻറ് തലത്തിലുള്ള നിലപാട് ഇസ്രായേലിന് അനുകൂലമായ രീതിയിലും ആവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, രാജ്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു ബോധ്യം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കരാർ വ്യവസ്ഥ വലിയ മണ്ടത്തരമായി പോകും. ആദ്യം തീർക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഗസയിലുള്ള ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടത്തണം. അതിനെന്ത് ചെയ്യണം? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ സൈനികപരമായിരിക്കുന്ന ഇടപെടലാണ് ആവശ്യം. അതല്ലാത്ത രീതിയിൽ ചർച്ച കൊണ്ടോ അതല്ലെങ്കിൽ UN സഭയിൽ മീറ്റിംഗ് അവതരിപ്പിച്ചത് കൊണ്ടോ അവിടുന്ന് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയത് കൊണ്ടോ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല എന്നുള്ളത് കഴിഞ്ഞ കാല ചരിത്രം തെളിയിച്ചതാണ്. ആ രീതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സൈനികപരമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനു മുൻപ് തന്നെ ഇറാൻ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളുടെ പിന്തുണ എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആർക്കാണോ, അതായത് ഇബ്രാഹിം റൈസി ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് നടത്തിയ വളരെ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സഹായിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നാണ്. ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും സഹായിക്കുക. അത് അറബ് രാജ്യങ്ങളോടാണ് ആ കാര്യം പറഞ്ഞത്. പക്ഷെ അന്ന് അവർ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് ഒന്നുകൂടി ഇബ്രാഹിം റൈസി അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് കേവലം ഒരു ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമായിട്ട് നിങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇന്ന് കഴിഞ്ഞാൽ നാളെ അവർ നിങ്ങളുടെ നേരെയും വരും. അവർക്ക് ഈ മേഖലയിൽ, അതായത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വ്യാപകമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. അതിനുവേണ്ടി വലിയ ശ്രമം നടത്തുന്നുണ്ട്. അമേരിക്ക അതിന് സപ്പോർട്ട് ചെയ്യും. എല്ലാ കാലത്തും ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തിയാലും വിഷയമുണ്ടായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ രാജ്യം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും ആ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ആ രാജ്യത്തിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും അമേരിക്ക നടത്തിയിട്ടുണ്ട്. അമേരിക്ക നടത്തും എന്നൊരു ധൈര്യവും യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. അപ്പോൾ ഇറാൻ്റെ നിലപാട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി വന്നിരിക്കുന്നു. ഒരുപാട് രാജ്യങ്ങൾ ഇതിന് മുൻപ് തന്നെ ഇത്രയും രാജ്യങ്ങളുടെ സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഈ അന്നത്തെ മീറ്റിങ്ങിൽ തന്നെ ഇസ്രായേലും അമേരിക്കയും പങ്കെടുത്തിട്ടില്ല. അവരാണ് പ്രത്യേകമായിട്ട് പങ്കെടുക്കുന്ന പ്രതിസ്ഥാനത്തുള്ളത്. അവർ തന്നെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ എന്ത് കാര്യങ്ങളാണ് അവിടെ മീറ്റിങ്ങിൽ സംസാരിച്ചത് അല്ലെങ്കിൽ വിളിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയയും യഥാർത്ഥത്തിൽ ലോകത്തിനില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ടോ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ടോ പരിഹരിക്കപ്പെടാവുന്നതല്ല ഈ വിഷയം. ഓരോ ദിവസവും ഡസൻ കണക്കിന് ആളുകളാണ് ഗസയിൽ കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ
സങ്കീർണമാണ്, നിസ്സാര വിഷയമൊന്നുമല്ല. അതിനൊന്നും പരിഹാരം ഉണ്ടാക്കാതെ പൊടുന്നതിനെ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രപ്രഖ്യാപനം നടത്തുന്നത് കൊണ്ട് വല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് കൂടി ഇറാൻ പറയുകയാണ്. ഇപ്പോൾ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നിലക്ക് തുർക്കിയും ഈജിപ്തും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ച അവസാനിച്ചു എന്നാണ്. രണ്ടാമത്തെ ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ സ്രോതസ്സുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തി യുദ്ധ ആരംഭം കുറിക്കണം എന്നുള്ള അഭിപ്രായം ഇറാനും തുർക്കിയും തമ്മിൽ എടുത്തിട്ടുണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വരുന്ന എൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന റിസൾട്ടൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും മേഖലയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറമായ രീതിയിൽ ഒരുപാട് ആന്തരികമായിരിക്കുന്ന യുദ്ധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ മേഖലയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിനിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.